ഈ കാണുന്ന കിണറിനൊരു സേഫ്റ്റി ഗ്രില്ലടിച്ചാലോ? ഇന്ന് നമ്മൾ അതിൻ്റെ വർക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്രാവശ്യം നമ്മൾ ചിലവ് കുറഞ്ഞ രീതിയിൽ അടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മോഡലാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും അതെങ്ങനെ ചെയ്തു, അതിൻ്റെ ചിലവുകൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഒരു റൗണ്ട് വളച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, അതിൻ്റെ അളവിന് കറക്റ്റായിട്ടുള്ളത്. ഇപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ 1.25 ഫ്ലാറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ചിലവ് കുറഞ്ഞ് നെറ്റ് വെച്ചിട്ടാണ് അടിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ 1.25 കാലിൻ്റെ ഫ്ലാറ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ ഗേജ് കൂടിയ രീതിയിൽ ചെയ്യുമ്പോൾ ആംഗ്ലർ വെച്ച് ബെൻഡാക്കാം, പിന്നെ 1.25 അരയിഞ്ച് ഫ്ലാറ്റൊക്കെ ഉപയോഗിക്കാം. ഇത് നമ്മൾ ചിലവ് കുറഞ്ഞ രീതിയിൽ നെറ്റാണ് അടിക്കുന്നത്, അപ്പം ഇത്രയും മതി. അതിൽ കൂടുതൽ അടിച്ചിട്ട് വെറുതെ കനം കൂട്ടിയിട്ട് ചിലവ് കുറയ്ക്കലാണല്ലോ ഉദ്ദേശം. അപ്പം പട്ട വളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫുള്ള് പൈപ്പിൻ്റെ ഫ്രെയിം അപ്പം 2 പീസാക്കിയിട്ട് ആക്കാനുള്ള പരിപാടിയാണ്. കാരണം ഏകദേശം ഒരു 8.5 അടിയോളം ഇത് വരുന്നുണ്ട്. അപ്പം നമുക്കിത് ഷോപ്പിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. അപ്പം ഒറ്റ പീസിൽ കൊണ്ടുപോകൽ ലേശം ബുദ്ധിമുട്ടാണ്. വെയിറ്റിൻ്റെ കാര്യമല്ല, ഇത് വണ്ടിയിലെല്ലാം വെച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പുറത്തോട്ട് തള്ളി നിൽക്കും. അതുകൊണ്ട് 2 പീസാക്കിയിട്ടാണ് ആക്കുന്നത്. അപ്പം പീസ് കറക്റ്റ് സെൻറ്ററല്ല നമ്മൾ കട്ട് ചെയ്യുന്നത്, ഒരു ഡോറ് വെക്കാനുള്ള വീതിക്ക് ഒരു പൈപ്പ് അടിച്ചിട്ട് കട്ട് ചെയ്തിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിന് വേണ്ടി നമ്മൾ 1.25 പൈപ്പാണ് ഫുള്ള് ഇടക്കെല്ലാം വെച്ചിരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ക്രോസും 3/4 പൈപ്പും കൂടി ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു സെൻറ്റർ ഭാഗത്ത് ഒരു 2.5 അടി വീതിക്ക് തുറക്കാനുള്ള ഒരു ഡോറും കൂടി റെഡിയാക്കാനുണ്ട്. കാരണം വെള്ളം പിന്നെ സാധാരണ സ്ഥിരം ഉപയോഗിക്കുന്ന മറ്റ് കിണറുകളെ പോലെയല്ല, ഇത് മുറ്റത്ത് തന്നെയുള്ള ഒരു കിണറാണ്. അവർ മിക്കപ്പോഴും തന്നെ വെള്ളം കോരുന്നൊരു കിണറുമാണ്. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത്. കിണറിലെ വെള്ളം കുടിക്കാനൊക്കെ കോരിയെടുത്തിട്ട് ഉപയോഗിക്കുന്നവരിപ്പം വളരെ ചുരുക്കമാണ്. എല്ലാവരും മോട്ടോർ വെച്ചിട്ടൊക്കെയല്ലേ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നൊരു കിണറാണ്. കാരണം അത്യാവശ്യം വെള്ളം കുടിക്കാനുള്ള ആവശ്യത്തിനും ഒക്കെയുള്ള വെള്ളം കോരിയെടുക്കാം. അപ്പം കോരിയെടുക്കുന്ന ആ ഒരു ഫ്രിഡ്ജിൽ വെച്ച വെള്ളത്തിനെക്കാട്ടൊക്കെ ഒരു സുഖം കിട്ടുമല്ലോ. അപ്പം അങ്ങനെ ഒരു ഗുണം കിട്ടും. അപ്പം ഇത് തന്നെയായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ നമ്മുടെ പൈപ്പിൻ്റെ ഫ്രെയിമെല്ലാം ഏകദേശം അടിച്ച് കഴിഞ്ഞിട്ട് ഇനി നെറ്റ് വെക്കുവാണ്. നെറ്റ് നമ്മൾ ഇപ്രാവശ്യം 4:1 5mm നെറ്റാണ് അടിച്ചിരിക്കുന്നത്. 4:1 4 ഇഞ്ച് ലെങ്ത്, 1 ഇഞ്ച് വീതി, പിന്നെ കനം 5mm ആണ്. 5mm എന്ന് പറഞ്ഞിട്ട് ഇപ്പം വരുന്നത് കറക്റ്റ് 5 ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, എങ്കിലും അത്യാവശ്യം വലിയ കുഴപ്പമില്ല. കാരണം 5mm കനം നേരത്തെയൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന നെറ്റ് ഇതിനെക്കാട്ടൊക്കെ കുറച്ചും കൂടി കനം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം എന്നാ പറയുക, ഇപ്പം കമ്പനിക്കാർ മത്സരം തുടങ്ങിയവരെ കടക്കാർ ഭയങ്കര മത്സരമല്ലേ ഇപ്പം. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി, എല്ലാ സാധനത്തിനും ക്വാളിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 5mm 6mm എന്നെല്ലാം പറഞ്ഞ് വരുന്ന സാധനങ്ങൾ അത്രയൊന്നും കാണാൻ വരുന്നില്ല. അപ്പോൾ ഈ കൊട്ടേഷനൊക്കെ എടുത്ത് പോയി സാധനം വാങ്ങുമ്പോഴുള്ള ബുദ്ധിമുട്ട്, അതുകൊണ്ട് തന്നെ കടക്കാർ ഇപ്പം കുറേ എല്ലാം സാധനങ്ങൾ കുറഞ്ഞ സാധനങ്ങൾ ഓരോ ദിവസവും കുറഞ്ഞ സാധനങ്ങൾ കൊണ്ടുവെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡോറിൻ്റെ ഒരു ഇത് കണ്ടില്ലേ, ഈ ഭാഗത്തൊരു ഡോറുണ്ട്. അത് തുറക്കുന്ന രീതിയിലാണ്, സ്ലൈഡ് ചെയ്യുന്ന രീതിയിലല്ല നമ്മൾ ഇപ്രാവശ്യം ആക്കുന്നത്, തുറക്കുന്ന ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ആക്കുന്നത്. പിന്നെ ഇതുപോലുള്ള കിണർ ചെയ്യുമ്പോൾ ഇതിന് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ചപ്പൊക്കെ വീഴാതിരിക്കാൻ എന്തായാലും ഇതിൻ്റെ അകത്ത് ഒരു കൊതുക് വല, കിണർ വല എന്ന് പറഞ്ഞ സംഭവമില്ല, കിണറിൻ്റെ ഒരു വല, കൊതുക് വല പോലത്തെ സാധനം എന്തായാലും ഇടണം, അല്ലെങ്കിൽ ചപ്പ് വീഴും. പിന്നെ ഇതിൻ്റെ അകത്ത് എലി പോലുള്ള സാധനങ്ങൾ ഒക്കെ ഇതിൻ്റെ അകത്ത് ചെറിയ എലിയൊക്കെ ചാടി ഇറങ്ങാം, പൂച്ചയൊന്നും വീഴൂല, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വീഴൂല. എങ്ങാലും ചപ്പൊക്കെ വീഴാതിരിക്കാൻ എന്തായാലും വല ഇടേണ്ടി വരും. അപ്പം നമ്മുടെ വർക്ക് ഏകദേശം വെൽഡിംഗ് എല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഷോപ്പിൽ വെച്ച് തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം വർക്കെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ പ്രൈമർ അടിക്കാണ്ട്, പ്രൈമറിൽ അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ട് സെറ്റ് ചെയ്യാണ്ട്. അപ്പം നമ്മൾ ഒറ്റ റൗണ്ടായിട്ട് തന്നെയാണ് ഫുൾ പണി തീർത്തിട്ട് പിന്നെ കട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് സൈറ്റിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് കിണറിൻ്റെ സൈഡിലെ ചപ്പെല്ലാം അത്യാവശ്യം നമ്മൾ കുറച്ച് തന്നെ രാവിലെ വൃത്തിയാക്കിയിട്ട് വലയിട്ടിട്ട് ഇതുണ്ടല്ലോ കോരി, നമ്മൾ തന്നെ കോരി നോക്കാം. കാരണം അതിൻ്റെ കറക്റ്റ് ഹോള് വരുന്ന സ്ഥലത്ത് തന്നെ ഇത് കണ്ടേ, അവിടെ നേരത്തെ കപ്പി പിടിപ്പിക്കാനുള്ള പൈപ്പെല്ലാം പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിൽ ആവുന്നുണ്ടോ നമ്മൾ തുറന്നെല്ലാം നോക്കി വെള്ളമെല്ലാം കോരി സെറ്റാക്കി. അപ്പോൾ ചെറിയൊരു പ്രശ്നം ആ പൈപ്പ് പിടിപ്പിച്ചതിലുണ്ടായിരുന്നു, ആ മേലത്തെ പൈപ്പ്. അത് ആ ഒരു കോൺക്രീറ്റ് ചെയ്തപ്പോൾ മേസ്ത്രിമാർ പിടിപ്പിച്ചത്, അപ്പോൾ അത് ചെറിയതായിട്ട് തെന്നിപ്പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിന്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് വെള്ളം കുഴപ്പമില്ല, കോരാനെല്ലാം പറ്റുന്നുണ്ട്. അതിൻ്റെ അകത്ത് വെള്ളമെല്ലാം കോരി കുടിച്ചിട്ടാണ് നമ്മൾ സംഭവം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സൈറ്റിൽ നിന്ന്. അപ്പോൾ ഈ സാധനം ചെയ്യാൻ നമുക്ക് മൊത്തത്തിൽ വന്നിരിക്കുന്ന ചിലവ് 15,000 രൂപയാണ്. അപ്പം സാധനത്തിൻ്റെ ലിസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, 1.25 ഫ്ലാറ്റ്, 1.25 ഫ്ലാറ്റ്, പിന്നെ 4:1 5mm പിന്നെ മെഷ്, പിന്നെ 1.25 പൈപ്പ് ക്രോസ് ഇട്ടിട്ടുണ്ട്. അത് പരമാവധി നമ്മൾ ഒരു 2 അടി താഴെയുള്ള ഗ്യാപ്പിൽ അടുപ്പിച്ച് സ്കോർ ചെയ്തിട്ടുണ്ട്. നമ്മളതിൻ്റെ മണ്ടയിൽ കയറി നടന്നു കഴിഞ്ഞാലും ഒന്നും സംഭവിക്കുന്നില്ല, നമ്മൾ കയറി നടന്ന് നോക്കി, കാരണം നടന്നവരെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ കട്ടാക്കിയിട്ട് പിന്നെ അവിടെ തന്നെ ഫുള്ള് ജോയിൻ്റ് ആക്കി, കാരണം വലിയ വെയിറ്റ് ഒന്നും വരുന്നില്ല, ജോയിൻ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കൊണ്ടുപോകാനുള്ള എളുപ്പത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ കട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കിണറിൻ്റെ ഷേപ്പ് പിന്നെ എന്താ പറയേണ്ടത്, കുറേ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ കിണർ റൗണ്ടല്ല കറക്റ്റ്, അതുകൊണ്ട് തന്നെ
കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ സൈഡിലൊക്കെ കാണുമ്പോൾ കണ്ടില്ലേ. അപ്പോൾ കിണർ കെട്ടി വന്നപ്പോൾ കറക്റ്റ് ഒരു ഓവൽ ഷേപ്പ് പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഏകദേശം റൗണ്ടാണ്. നമ്മളതിലും ചെറിയ ചെറിയ പാകപ്പിഴകളൊക്കെ ഉണ്ടാകും. എങ്കിലും നമ്മൾ അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിന്. അപ്പം ഇതിന് മൊത്തത്തിൽ വന്നിരിക്കുന്ന ചിലവ് 15,000 രൂപയാണ്. അപ്പോൾ കിണറിന് എപ്പോഴും ഇതുപോലെ ഒരു വലയൊക്കെ ഇടുന്നത് നല്ലതായിരിക്കും. എന്തെങ്കിലും പൂച്ചയൊക്കെ വീണ് തേകി എടുക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു കിണർ തേകണമെങ്കിൽ തന്നെ 5,000-8,000 രൂപ ചിലവാണ്. അപ്പോൾ അതിനെക്കാട്ട് എപ്പോഴും നല്ലത് ഇങ്ങനെ ഒരു സംഭവം അടിച്ചിടുകയാണെങ്കിൽ പൂച്ച സംഭവങ്ങളൊന്നും വീഴില്ല. പിന്നെ പാമ്പ് പോലത്തെ ഇപ്പം ഭയങ്കരമായിട്ട് ഈ പാമ്പ് പോലത്തെ സംഭവങ്ങൾ കിണറിലൊക്കെ ഇറങ്ങുന്നുണ്ട്. അതിന് കിണറിൽ ഇറങ്ങിയിട്ട് കയറാൻ പറ്റാതെ അതിൻ്റെ അകത്ത് കിടന്ന് ചത്തുപോകുന്ന പ്രശ്നങ്ങളുണ്ട്. അതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനിയിപ്പോൾ ഇതിനെന്ന് പറഞ്ഞാൽ ഡോറിന് കറക്റ്റായിട്ട് ഒരു നെറ്റ് കട്ട് ചെയ്തിടുന്നു, ബാക്കി ഭാഗത്തൊരു നെറ്റ് കട്ട് ചെയ്തിടുന്നു. അപ്പം ഓപ്പൺ ആക്കിയിട്ട് പിന്നെ കിണറിൽ വെള്ളം കോരുന്ന സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം നമ്മുടെ വർക്ക് ഇഷ്ടമായി കരുതുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെയുള്ള വർക്കിൻ്റെ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. അപ്പോൾ പിന്നെ ഇത്രയുള്ള ഇന്നത്തെ വർക്ക്. ഇപ്പോൾ വർക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അറിയിക്കാൻ മടിക്കരുത്. അത് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മുടെ വിജയം. അപ്പോൾ താങ്ക് യു.